അധ്യായം 9, 10 വായിച്ചാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എല്ലാവരും ആ വചനത്തിലേക്ക് കൈയൊന്ന് വെച്ച് ബൈബിൾ തുറന്ന് എല്ലാവരും ബൈബിൾ തുറന്ന് ആ വചനത്തിലേക്ക് നിങ്ങൾ കൈവച്ച് കൊലോസ്യ ലേഖനം 2 അധ്യായം 9, 10 വാക്യങ്ങളിലേക്ക് കൈവച്ചിട്ട് നിങ്ങൾ ഹൃദയംഗമായി പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നോട് ഇന്ന് പകൽ സംസാരിക്കണം. ഈ വചനം എനിക്ക് വിടുതലാകണം. ഈ വചനത്താൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. ഈ വചനം എന്നെ ഉറപ്പിക്കണം. ഈ വചനം എന്നെ സൗഖ്യമാക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, വചനം കേട്ട് ചതിക്കപ്പെടാനിടയാകാതെ അതാ കേട്ട് അനുസരണയുള്ള ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദൂതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണമേ. വചനത്തിലൂടെ ആത്മാവിലൂടെ ദൈവമഹത്വം ഇന്ന് പകൽ വെളിപ്പെട്ടു വരണമേ. ജനത്തെ സ്വർഗം തന്റെ ആത്മശക്തിയാൽ നിറയ്ക്കണമേ. ഈ വചനം ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഈ വചനം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ദൈവം അധികാരപ്പെടുത്തുമല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ചാണ്. ഇനിയും നിങ്ങൾ ബൈബിൾ അടച്ചുകൊള്ളുക. വായിക്കുന്ന ആള് മാത്രം ബൈബിൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ ബൈബിൾ അടച്ച് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ ദൂതിനെ ശ്രദ്ധിച്ച് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിൽ നിന്നൊരു ദൂതാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇന്ന് ധ്യാനിക്കാൻ നൽകിത്തത്. അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്ന ഒരു ലേഖനമാണ്. കൃത്യത തന്റെ കാൽവറി മരണത്തെ. ഹല്ലേലൂയ. അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ക്രൂശിലെ രക്തത്താൽ അവൻ സമാധാനമുണ്ടാക്കി. ക്രൂശിലെ രക്തത്താൽ അവൻ സമാധാനം ഉണ്ടാക്കി. അതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. സമാധാനം ഇല്ലായിരുന്നു. അതിന്റെ അർത്ഥം അതല്ലേ? സമാധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധാനം ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, നമ്മുടെ ഭവനങ്ങളിലൊക്കെ സമാധാനം ഉണ്ടായത് യേശു വന്നതുകൊണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനം ഉണ്ടായത് യേശു വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഏതെങ്കിലും ഇടങ്ങളിൽ സമാധാനമില്ലെങ്കിൽ അവിടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ സമാധാനം ഉണ്ടാവും. വിശ്വസിക്കുന്നവര് മാത്രം ഒരാമേൻ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ സകലവിധ സമ്പൂർണ്ണത. അല്ലേ? ക്രിസ്തുവിൽ സകലവിധ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവല്ലാതെ
സകലവിധ സമ്പൂർണനായ മറ്റാരുമില്ല. വിശ്വസിക്കുന്നവരുണ്ട്. കർത്താവിൽ മാത്രമാണ് സമ്പൂർണത വെളിപ്പെടുന്നത്. അടുത്ത വാക്യമാണ് എന്റെ ഹൃദയത്തിന് ആഴമായി ഇടപെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സകല വാഴ്ചകൾക്കും സകല അധികാരത്തിനും തലയായ ക്രിസ്തു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. നിങ്ങളുടെ പരിപൂർണത വെളിപ്പെട്ടു നിൽക്കുന്നത് ഹല്ലേലൂയ സകല വാഴ്ചകളുടെയും സകല അധികാരത്തിന്റെയും തലയായ ക്രിസ്തുവിലെത്തും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും തലയായ ഒറ്റ ഒരുവനെ ഉള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന യേശുവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. സകല നാമത്തിലും മേലായ നാമം. സ്തോത്രം. സകല ആയുധ വർഗങ്ങളെയും അവന്റെ മുമ്പിൽ താഴെ വെക്കും. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമം. സ്തോത്രം. അവന്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു മുഴങ്കാല് പോലും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ആരാധിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം ഇന്ന് പകൽ പ്രാരംഭത്തിൽ പറയാ. ഏതൊക്കെ വാഴ്ചകൾ ഉണ്ടായാലും ഏതൊക്കെ അധികാരങ്ങൾ ഉണ്ടായാലും ഹല്ലേലൂയ അത് കർത്താവിന് താഴെയാണ്. അവർക്ക് മനസ്സിലായി. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏത് വാഴ്ചകളും ഏത് അധികാരങ്ങളുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, അതെല്ലാം ക്രിസ്തുവിന് താഴെയാണ്. ക്രിസ്തുവിന്റെ അധികാരത്തിന് താഴെയാണ്. ക്രിസ്തുവിന്റെ അധികാരത്തിന് താഴെയാണ്. ഹല്ലേലൂയ. വാഴയാടുമ്പം നീ പേടിക്കരുത്. വാഴ കടന്നാടുമ്പം നീ പേടിക്കരുത്. അത് കാറ്റുകൊണ്ട് വല്ല ആടുന്നേ. നീ ഇവിടെ ഇരുന്ന് അന്യഭാഷ പറയാ. എന്നാ നിനക്ക് വല്ല ഭ്രാന്തുണ്ട്? നീ ഇവിടെ ഇരുന്ന് അന്യഭാഷ പറയാ. എന്തിനാ? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ചപ്പം പറഞ്ഞു, ആരെങ്കിലും ഒരു സൈഡിൽ ഹല്ലേലൂയ രാത്രിയിൽ വല്ല കരികിലയോ വല്ല വിട്ട് കത്തിച്ചായിരിക്കും. പുക കണ്ടപ്പോ ഇവിടെ പ്രാർത്ഥനയാണ്. പുക കണ്ടപ്പോ ഇവിടെ പ്രാർത്ഥനയാ. സ്തോത്രം. ഹല്ലേലൂയ. നീ കാണുന്നതിനെ എല്ലാം പേടിക്കാൻ നീ പോകരുത്. സ്തോത്രം ചെയ്യുന്നു. നീ പേടിക്കാൻ പോകരുത്. അല്ലേല് ചിലതിനെയൊക്കെ ഹല്ലേലൂയ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര വിശ്വാസവും ഒക്കെയാ. പക്ഷെങ്കിൽ ഹല്ലേലൂയ എന്തെങ്കിലും ഒന്ന് വന്നാ മതി, പേടിയാ. യേശുവിന്റെ നാമത്തിൽ പേടി. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയാം, സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും തലയായ ഒരുവനെയുള്ളൂ. അത് കർത്താവായ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ അധികാരത്തിനു മുകളിൽ മറ്റൊരു അധികാരം ഇല്ല, മറ്റൊരു വാഴ്ച ഇല്ല എന്നിന്ന് പകൽ തിരിച്ചറിയുക. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തന്റെ ക്രൂശ് മരണത്തോട് അനുരൂപപ്പെട്ട് തന്റെ മരണത്താൽ നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലിനോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പൂർണ്ണരാണെന്നല്ല, നിങ്ങൾ പരിപൂർണരാണ്. സ്തോത്രം ചെയ്യുന്നു.
നിങ്ങൾ പൂർണ്ണരാണെന്നല്ല പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പൂർണ്ണതയില്ലായ്മയെ പൂർണ്ണതയുള്ളതാക്കി മാറ്റാൻ നീ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. കർത്താവിന്റെ ക്രൂശിനെ നീയോ ഏറ്റെടുത്താൽ മതി. കർത്താവ് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നുള്ള ആഴമേറിയ വിശ്വാസം നീ ഒന്ന് സ്വീകരിച്ചാൽ മതി. എവിടെയാണോ പൂർണ്ണതയില്ലാതെ കിടക്കുന്നത്, ആ മേഖലയെ പൂർണ്ണമുള്ളതാക്കി മാറ്റാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. ആമേൻ. അല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഏതിലൊക്കെയാണ് പരിപൂർണരായത്. അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. നമ്മൾ ഏതിലൊക്കെയാണ്? പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരത്ര. നമ്മൾ ഏതിലൊക്കെയാണ് പരിപൂർണരായത് എന്നുള്ളതാണ് ഇന്ന് പകൽ വേഗത്തിൽ പഠിക്കാനും പ്രാപിക്കാനും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൂത മേഖലയിൽ പ്രവർത്തിക്കും. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ അത് തിരിച്ചറിഞ്ഞ പ്രസംഗിക്കുന്നത്. ഏതെങ്കിലും മേഖലകളിൽ ഒരു ദൈവിക പൂർണ്ണത നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ആ മേഖലയെ പൂർണ്ണമാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. പൂർണ്ണത നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ അകത്ത് വാഴ്ചയുടെയും അധികാരത്തിന്റെയും തലയായ ക്രിസ്തുവിനെ ഞാൻ ഇന്നു പകൽ ഇവിടെ ഉയർത്തുമ്പോൾ പൂർണ്ണത വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില മേഖലയ്ക്കകത്ത് ഈ വചനത്തിന്റെ വാളെറിഞ്ഞെല്ലുമെന്ന്, ഈ വചനം ശക്തിയായി ഇറങ്ങി ചെല്ലുമെന്ന് പരിശുദ്ധ ദൈവം എന്നോട് ഇടപെട്ടു. നിന്റെ കുടുംബത്തിന്റെ മേൽ ഏതെങ്കിലും വാഴ്ചനിപ്പുണ്ടെങ്കിൽ, നിന്റെ തലമുറകളുടെ മേൽ ഏതെങ്കിലും വാഴ്ചനിപ്പുണ്ടെങ്കിൽ, നിന്റെ പലവിധമാകുന്ന വിഷയത്തിന്റെ മേൽ ഏതെങ്കിലും വാഴ്ചയോ അധികാരമോ ഉണ്ടെങ്കിൽ, ഇന്ന് വന്ന ദൈവാത്മാവ് പറയുന്നു, ഇതിന്റെ എല്ലാം തലയായ ഒരുവൻ നീ ആരാധിക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലൂടെ നിനക്കൊരു ജയമുണ്ടെന്ന് വചനത്തിലൂടെ പറയാൻ അത് വിശ്വസിച്ചെടുക്കുന്നവർ മാത്രം ഈ ആത്മാവിൽ പ്രതികരിക്കാവുന്നു. അവന്റെ മുന്നിൽ പല വിധത്തിലുള്ള വാഴ്ചകൾ, പല വിധത്തിലുള്ള അധികാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവാത്മാവ് പഠിപ്പിക്കാൻ പോകുന്നത് മറ്റൊരു നിലയിലാണെങ്കിലും ദൂത് കയറി വരുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. പല വിധത്തിലുള്ള വാഴ്ചകൾ, പല വിധത്തിലുള്ള അധികാരങ്ങൾ പല മേഖലകളിൽ നമ്മളോടുണ്ട്. ഫോർ എക്സാമ്പിൾ, രോഗമില്ലെങ്കിലും നമ്മളെ രോഗി ആക്കുന്ന, എന്ന് വെച്ചാൽ രോഗമില്ല, ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗമില്ല, പക്ഷേ ഒരു രോഗി അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ
നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ പുറകിൽ ഒരു അധികാരമുണ്ട്. അതിന്റെ പുറകിൽ ഏതൊരു വാഴ്ചയുണ്ട്. ഇതേപോലെ പലവിധമായ വിഷയമുണ്ട്. ഭാവി സംബന്ധിച്ച്, കുടുംബം സംബന്ധിച്ച് പല വിധത്തിലുള്ള വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. തലമുറകളോടുണ്ട്, ഭർത്താവിനോടുണ്ട്, ഭാര്യയോടുണ്ട്, അപ്പനോടുണ്ട്, അമ്മയോടുണ്ട്, മക്കളോടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നു പകലിൽ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൂത് പറയാം. ഹല്ലേലൂയ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില വാഴ്ചകൾ അഴിയും, ചില അധികാരങ്ങൾ അഴിയും, ചില പുഷ്പാത്മേലകൾ അഴിയും, ചില ലോകാധിപതി ശക്തികൾ അഴിയും. വിനക്കെതിരെ ശരീരത്തിനെതിരെ വാളുകൊണ്ടിരിക്കുന്ന ചില വാഴ്ചകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞുവരികയാണ്. നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് മൂന്ന് വിധത്തിലുള്ള പരിപൂർണതയാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തത്, പാവങ്ങളിൽ പരിപൂർണ മോചനം. 2, ദൈവസന്നിധിയിലേക്കുള്ള പരിപൂർണ പ്രവേശനം. 3, ദൈവിക വാഗ്ദത്തങ്ങളിലേക്കുള്ള പരിപൂർണ അവകാശം. രാമൻ ചേർന്ന് പറയാം, മനസ്സുള്ളവര് പറഞ്ഞു. 1, പാവങ്ങളിൽ പരിപൂർണ മോചനം. 2, ദൈവസന്നിധിയിലേക്ക് പരിപൂർണമായ പ്രവേശനം. 3, ദൈവികമാകുന്ന വാഗ്ദത്തങ്ങളുടെ പരിപൂർണ അവകാശം. രാമൻ പറയാമോ? 1, മോചനം. 2, പ്രവേശനം. 3, അവകാശം. രാമൻ എത്ര പേര് പറയും? ഈ ദൂത് ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്താൽ ആത്മാവി പറയാ, ദൈവാത്മാവി ഞാൻ പറയാം, ചില മോചനങ്ങൾ നടക്കും, ചില പ്രവേശനങ്ങൾ നടക്കും, ചില അവകാശങ്ങൾ വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില മോചനങ്ങൾ നടക്കും. പാവത്തിന്റെ ചങ്ങലകളിൽ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഈ ദൂതിനെ ഉൾക്കൊണ്ടേറ്റെടുക്കേണ്ടതുപോലെ ആ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അവരോട് ആത്മാവ് പറയുന്നു, ചില മോചനങ്ങൾ, ചില പാവത്തിന്റെ ശക്തിയുടെ ബന്ധനത്താൽ ചില വ്യക്തികളെ മോചിപ്പിച്ച് ദൈവം പുറത്തുകൊണ്ടുവരും. പ്രവേശിക്കുവാൻ കഴിയുന്ന വിധത്തിൽ വളരെ വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കുന്നവർ ഒന്ന്, പാപത്തിന്റെ പരിപൂർണ മോചനം. റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം പ്രാരംഭമായി വായിക്കാം. റോമർ 6:2. റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. റോമർ 6:2. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ച നമ്മൾ
ഇനിയും അതിലെങ്ങനെ ജീവിക്കും. 7-ാം വാക്യം ഒന്ന് വായിച്ചു. 7-ാം വാക്യം. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന. രാമൻ 6:2 പറയുന്നു, നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു. അത് വിശ്വസിക്കുന്ന എത്രവരുണ്ട്? അത് അംഗീകരിക്കുന്ന എത്രവരുണ്ട്? എന്ന് വെച്ചാൽ നീ പുണ്യാളനല്ലായിരുന്നു. ആയിരുന്നു. സ്തോത്രം. ഞാനും നീയും പുണ്യാളന്മാരല്ലായിരുന്നു. പാപത്തിന്റെ കുഴിക്കകത്ത് മരിച്ചവരായിരുന്നു നമ്മൾ. എന്ന് വെച്ചാൽ ജഡപ്രകാരമുള്ള മരണമല്ല, നമ്മുടെ ആത്മമനുഷ്യൻ മരിച്ചതായിരുന്നു. ഏദൻ പൂങ്കാവനത്തിൽ ദൈവം ഹല്ലേലൂയ മനുഷ്യരോട് പറഞ്ഞു, ഈ കാണുന്ന എല്ലാ വൃക്ഷഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെ വിവേചിക്കുന്ന ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന നടുവിലെ വൃക്ഷഫലം നിങ്ങൾ ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അവിടെയും മരണം സംഭവിച്ചു. അത് ജഡിക മരണമല്ല, അത് ആത്മീയ മരണമാണ്. അതുകൊണ്ടാ വചനം എഴുതിയത്, അവരെ മൂടി നിന്ന തേജസ് നഷ്ടപ്പെട്ടു പോയി, അവര് നഗ്നരാണെന്ന് അവരറിഞ്ഞു. സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നുകേറിയ പാപത്തിന്റെ ശക്തി ഹല്ലേലൂയ നമ്മളെ മരിപ്പിച്ചു. രാമൻ പറഞ്ഞേ, നമ്മളെ എന്ത് ചെയ്തു? മരിപ്പിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ അതിന്റെ അകത്തൂന്ന് നമുക്കൊരു ജീവൻ ലഭിച്ചു. എത്ര പേര് ആമേൻ പറയും? പാപം സംബന്ധിച്ച് നമ്മളുടെ ആത്മമനുഷ്യൻ മരിച്ചതായിരുന്നു. നമ്മുടെ ഹല്ലേലൂയ ജീവൻ നരകത്തിന് തുല്യമായ നിലയിൽ എണ്ണപ്പെട്ടതായിരുന്നു. എന്നാൽ ക്രിസ്തുയേശു മുഖാന്തരം നമുക്കൊരു ജീവനവൻ തന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അല്ലെങ്കിൽ അതുകൊണ്ടാ പൗലോസ് ചോദിച്ചത്, പാപത്തിൽ മരിച്ച ഞങ്ങൾ ഇനിയും എങ്ങനെ അതിൻ്റെ അകത്തു ജീവിക്കും? ഇനിയും എങ്ങനെ അതിൻ്റെ അകത്തു ജീവിക്കും? ഇന്നു പകൽക്കാലം ഒരു വെളിപ്പാടുണ്ട് അതിൻ്റെ അകത്ത്. പാപത്തിൽ മരിച്ച നമ്മളെ ക്രിസ്തുയേശു മുഖാന്തരം ജീവിപ്പിച്ചെങ്കിൽ പിന്നെ പാപത്തിൽ ജീവിക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഉപവസിക്കും, പ്രസംഗിക്കും, എല്ലാം ചെയ്യും, കയ്യിലിരിപ്പിന് മാറ്റമില്ല. നിങ്ങൾ പിണങ്ങിയോ? നിങ്ങൾ പിണങ്ങിയാലും ഞാൻ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, പക്ഷേ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമില്ല. ഇപ്പോഴും പാപത്തിന്റെ സ്വാധീനം ഭരിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എങ്ങനെ പാപത്തിൽ ജീവിക്കും? ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ഹല്ലേലൂയ പാപത്തിൽ മരിച്ച നമ്മളെ യേശുക്രിസ്തു മുഖാന്തരം പാപത്തിൽ നിന്ന് ജീവിപ്പിച്ചെങ്കിൽ നീ വീണ്ടും പാപത്തിൽ തുടർന്നാൽ നീ ജീവിക്കുകയല്ല, നീ മരിച്ചോണ്ടിരിക്കുകയാണെന്നർത്ഥം. സ്തോത്രം ചെയ്യും.
അപ്പൊ ചോദ്യം, പാപത്തിൽ മരിച്ച നമ്മളെ ക്രിസ്തുവേശു മുഖാന്തരം പാസ്റ്ററെ ജീവിപ്പിച്ചതല്ലേ? അങ്ങനെയെങ്കിൽ ഇനിയും പാപത്തിൽ നമ്മൾ മരിക്കുമോ? എന്താ സംശയം? നിന്നെ ജീവിപ്പിച്ചെങ്കിലും കർത്താവിന്റെ ഭരണം ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് വരെ പാപത്തിന്റെ ശക്തിയെ അഴിച്ചുവിടാൻ പൈശാചികമാകുന്ന മണ്ഡലങ്ങൾ ഇവിടെയുണ്ട്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ച് താൻ ഇവിടെ തന്റെ രാജ്യത്തെ സ്ഥാപിക്കുന്നത് വരെ പാപത്തിന്റെ സ്വാധീനത്തെ അഴിച്ചുവിടുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, പാപത്തിൽ മരിച്ച നിന്നെ പാപത്തിന്റെ അകത്തു നിന്ന് പുറത്തെടുത്ത് ക്രിസ്തുവേശുവിൽ ജീവിപ്പിച്ചു എങ്കിൽ നിന്നോട് പോരാടുന്ന പാപത്തിന്റെ ശക്തികളുണ്ട്, നിന്നോട് പോരാടുന്ന പാപത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. പാപത്തിലല്ല നീയെങ്കിലും നിന്നെ പാപത്തിലാക്കാൻ ശ്രമിക്കുന്ന സ്വാധീനങ്ങളുണ്ട്, ശ്രമിക്കുന്ന ശക്തികളുണ്ട്. ഇന്നു പകല് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അതിനെ ജയിക്കാനാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൽ വളരണം. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് കർത്താവ് ജീവിപ്പിച്ച ചിലതിനോട് പോരാടുന്ന പാപത്തിന്റെ ശക്തിയുടെ സ്വാധീനങ്ങൾ ഇന്നു പകൽ ഇതിനകത്ത് അടിഞ്ഞു മാറുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ഹല്ലേലൂയ കുഴി, ആ പാപത്തിന്റെ സ്വാധീനം, പാപത്തിന്റെ കുരുക്ക് നമ്മളോട് പോരാടുന്നുണ്ട്. നമ്മൾ പാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ ജനിപ്പിച്ചെങ്കിലും, പാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ ജീവിപ്പിച്ചെങ്കിലും, പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് ക്രിസ്തു നമ്മളെ പുറത്തു കൊണ്ടുവന്നെങ്കിലും, എന്നെ ശ്രദ്ധിച്ചിരിക്കണം, ഹല്ലേലൂയ, ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നെങ്കിലും ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ഭരണാധികാരം ഈ ഭൂമിയിൽ വെളിപ്പെടുന്നത് വരെ പാപത്തിന്റെ സ്വാധീനം ഉണ്ടാവും, പാപത്തിന്റെ സ്വാധീനമുണ്ടാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു, താൻ. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഉപദ്രവിച്ചാൽ കർത്താവിന് നോവുമായിരുന്നു, യേശു കർത്താവിന്റെ മനസ്സ് വേദനിക്കുമായിരുന്നു, യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു എന്ന് ബൈബിളിൽ വാക്യമുണ്ട്. ഈ ഒരു മനുഷ്യന് വരുന്ന എല്ലാ വിചാരങ്ങളും ക്രിസ്തുവിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ജയിച്ചത് വചനത്താലും ആത്മാവിനാലുമാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ, പാപത്തിൽ മരിച്ച എന്നെയും നിന്നെയും ജീവിപ്പിച്ചത് ക്രിസ്തുവിന്റെ ശക്തിയാണ്. എന്നാൽ നമ്മളെ ജീവിപ്പിച്ചെങ്കിലും, ഹല്ലേലൂയ, ആ ക്രിസ്തു നമ്മളെ ജീവിപ്പിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ സ്വാധീനം നമ്മളോട് പോരാടും. സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ റോമാലേഖനം തന്നെ 7:23 ഒന്ന് വായിച്ചാട്ടെ. 19 മുതൽ ഒന്ന് വായിച്ചോ. 19 മുതൽ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലും
അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. കണ്ടോ, പൗലോസ് പറയുന്നു, മടക്കല്ലേ, പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, എന്നിൽ ഞാൻ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാരാ പറയുന്നേ? പൗലോസാ ഇത് പറയുന്നത്. ഇത് പറയുന്നത് പൗലോസാ ഇത് പറയുന്നത്. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു, ഞാൻ നന്മ ചെയ്യാൻ എന്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ എന്റെ ജഡം എന്നെ അത് അനുവദിക്കുന്നില്ല എങ്കിൽ, ഞാൻ പാപം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അച്ഛൻ എന്നെ ശ്രദ്ധിച്ചിരുന്നേ, ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഈ വചനം ശരിക്കും കേൾക്കണം. ഹല്ലേലൂയ, വെറുതെ ഉറങ്ങിയിരുന്ന് തൂങ്ങിയിരുന്ന് കേൾക്കരുത്. സ്തോത്രം. അത് തന്നെ പിശാച് ഒരുക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം അകത്തു കയറിയാലേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ബുധനാഴ്ച മീറ്റിംഗിൽ തുള്ളിച്ചാടാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിച്ചു വരുന്നുണ്ട്, ഇങ്ങോട്ട് വരണ്ട, വേറെ എങ്ങോട്ടും പൊക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. നിത്യതയ്ക്കുള്ളത് മുറുകെ പിടിച്ചോണം. തുള്ളാനും ചാടാനുമുള്ളത് ഇഷ്ടം പോലെ ഈ കേരളത്തിലുണ്ട്. അങ്ങോട്ട് പൊക്കോ, എനിക്ക് വിഷയമല്ല. പക്ഷെങ്കിൽ നിത്യതയ്ക്കുള്ളത് ഞാൻ പറയത്തുള്ളൂ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നന്മ ചെയ്യാൻ പൗലോസ് പലപ്പോഴും ആഗ്രഹിച്ചപ്പോൾ അവന്റെ ജഡം പറഞ്ഞു നന്മ ചെയ്യണ്ട. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ മനസ്സിലാക്കാനാ ഇങ്ങനെ പറയുന്നേ. നന്മ ചെയ്യണമെന്ന് പൗലോസിന്റെ ഹൃദയം പൗലോസിനോട് ആവശ്യപ്പെടുമ്പോൾ, അകത്തെ മനുഷ്യൻ ആവശ്യപ്പെടുമ്പോൾ, പൗലോസിനോട് ജഡം പറയുന്നു, നീ അത് ചെയ്യണ്ട. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസിന് മനസ്സിലായി, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാതിരിക്കുകയും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും പാപം. സ്തോത്രം ചെയ്യുന്നു. പൗലോസും ഈ പോരാട്ടത്തിലൂടെ കടന്നുപോയി. പൗലോസിന് ആഗ്രഹമുണ്ട് ചിലതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ചെയ്യാനുള്ള ക്രമീകരണങ്ങളിലേക്ക് പൗലോസ് തിരിയുമ്പോ ജഡം പറയും, ഇപ്പൊ ചെയ്യണ്ട. അതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? പാപത്തിന്റെ ഒരു സ്വാധീനം ഹല്ലേലൂയ പോരാടുന്നുണ്ടെന്ന് പൗലോസിന് മനസ്സിലായി. താഴോട്ട് വായിച്ച സിസ്റ്റർ. തിന്മ എന്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. എന്റെ ബുദ്ധിയുടെ പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണം അത്ര എന്നെ ബദ്ധനാക്കി കളയുന്നു. രാമൻ പറഞ്ഞു. കണ്ടോ, പൗലോസ് പറയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്റെ ഉള്ളം നിൽക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ എന്റെ ഉള്ളം നിൽപ്പുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലാണ് എന്റെ ഉള്ളം രസിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കണ്ണു തുറന്ന് എന്നെ നോക്കിയിരിക്കണം എല്ലാരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം. അച്ഛനെന്ന് വിളിച്ചു. അച്ഛാ, മോൻ കഴിയിട്ടോ, നോക്കാം ഒന്ന് ഭാഷ കിട്ടോ. യേശുവിന്റെ നാമത്തിൽ. അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇതൊക്കെ ഒരു തടസ്സമാണ്. നിങ്ങൾ ഇത് ആവർത്തിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. ആ കോൺസെൻട്രേഷൻ പോകും.
ശ്രദ്ധിച്ചെന്നെ നോക്കി എല്ലാവരും ഇരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബന്ധനം അഴിക്കുന്ന കെട്ടുപൊട്ടുന്നതൊന്നും ഞാൻ പറയത്തില്ല, ഇന്ന് പറയാനൊട്ട് ദൈവം ഏൽപ്പിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. രൂപാന്തരം വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ വചനം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതാകുന്ന പോരാട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭൂമി ഇരിക്കുന്നവർ ഏത് ദൈവത്തിനാന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിൽ പോലും ഞാൻ പറയുക, ഹല്ലേലൂയ, പിശാച് ശരിക്കും പോരാടും. ഹല്ലേലൂയ. രാത്രി ഉറങ്ങാൻ കിട്ടുന്ന ഞാൻ ഒന്നുകൂടെ കയറി അങ്ങ് പറയാ, ബുധനാഴ്ച പ്രാർത്ഥന ഉള്ളുമ്പോ ചൊവ്വാഴ്ച നേരത്തെ കിടന്നുറങ്ങിക്കോണം. അല്ലെങ്കിൽ ഇവിടെ വന്ന് ആരെങ്കിലും ഉറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചാ ഇങ്ങോട്ട് വന്നേക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിണങ്ങാൻ പറയുന്നതല്ല, നമ്മൾ ഇരിക്കുന്നത് വചനത്തിന്റെ മുൻപിലാണ്, നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ മുൻപിലാണ്. ഇവിടെ വന്നിരുന്ന് ഓട്ടുവ വിട്ടുകൊണ്ടിരിക്കരുത്, ഇവിടെ വന്ന് തൂങ്ങിയിരിക്കരുത്, ഇവിടെ വന്ന് പല്ല് കടിച്ചോണ്ടിരിക്കരുത്. ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. ഹല്ലേലൂയ. ഞാൻ കുറച്ച് ഞാന് ഹല്ലേലൂയ എന്റെ ശുശ്രൂഷ രീതികളിലൊക്കെ ഞാൻ കുറച്ച് എന്റേതാകുന്ന ഒരു രീതികളൊക്കെ ഞാൻ ഒത്തിരി മാറ്റി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രീതിയിൽ പോയാൽ ചിലപ്പോൾ ആരും ഇവിടെ വരത്തില്ല. സ്തോത്രം. വന്നില്ലേലും എനിക്ക് വിഷയമല്ല, എങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇരിക്കുന്നത് വചനത്തിന്റെ മുൻപിലാണെന്നുള്ള ഒരു ചിന്ത ഭരിക്കണം. ഈ വചനം പ്രസംഗിക്കുമ്പോൾ പോരാട്ടം ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ. എനിക്കത് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പേര് പറഞ്ഞു വിളിക്കുന്നത്. ഇത് കേൾക്കാതെ പോയ നിന്റെ കാര്യം പോക്ക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ പറയും. ശ്രദ്ധിച്ചു കേട്ടേ. പൗലോസ് പറയുന്നു, എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒരു പാപത്തിന്റെ പ്രമാണം കിടക്കുന്നത് ഞാൻ അറിയുന്നു. കാരണം പൗലോസ് ഏത് പ്രമാണത്തിലാണ് നിന്നേ? പൗലോസ് നിന്നത് കൃപയുടെ പ്രമാണത്തിലാണ്. പൗലോസ് നിന്നത് ദൈവവചനത്തിന്റെ പ്രമാണത്തിലാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്ന എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ പ്രമാണം കിടക്കുന്നത് ഞാൻ അറിയുന്നു. പറഞ്ഞത്, പാപത്തിൽ മരിച്ച പിന്നെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ ജീവിപ്പിച്ച നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ പ്രമാണത്തിന്റെ പോരാട്ടം ഉണ്ടാകും. ഇന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എന്റെ അമ്മയുടെ തലേ കൈവച്ച ചെയ്തത് കൊണ്ട് പിടിച്ച് പ്രാർത്ഥിക്കാൻ നിറഞ്ഞിട്ടുണ്ട്. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വെളിപ്പെടുത്തുന്ന പാപത്തിന്റെ ശക്തികൾ പറയാ, ന്യായപ്രമാണത്തിൽ എന്റെ ഉള്ളം രസിക്കുന്നെങ്കിലും വളരെ ഗൗരവമായിട്ട് എന്റെ എടുത്തോണം. ന്യായപ്രമാണത്തിൽ എന്റെ ഉള്ളം രസിക്കുന്നെങ്കിലും എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ പ്രമാണം വാഴുന്നു. ഞാനത് അറിയുന്നു. അതിന്റെ ഡേഞ്ചർ എന്താണെന്നറിയാമോ? നീ മരിച്ചോണ്ടിരിക്കുക. നിന്നെ ജീവിപ്പിച്ച ക്രിസ്തു, ഹല്ലേലൂയ, നീ പാപത്തിന്റെ സ്വാധീനത്തിൽ പിടിക്കപ്പെടുമ്പോൾ നീ മരിച്ചോണ്ടിരിക്കുക. ഒരു തെളിവ് മാത്രം, എല്ലാം കൂടെ പ്രസംഗിക്കാൻ നേരമില്ല, ഒരു തെളിവ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ഒന്ന്, കണ്ണ്. ശരീര അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. ഈ കണ്ണുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അരുതാത്തത് കാണരുത്, അരുതാത്തത് നോക്കരുത്. സ്തോത്രം ചെയ്യുന്നു.
സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സിനിമ കാണരുത്. സീരിയല് എവിടെ? ചില വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന പോലുമില്ല. ഉണ്ടോ? സന്ധ്യാപ്രാർത്ഥന പോലും. ജോലി സ്ഥലത്തിരിക്കുമ്പം അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും ആ വീടിന്റെ അന്തരീക്ഷം? ഇതാ ചിന്ത. നാളൊരു അമ്മച്ചി ചോദിച്ച പോലെ, പ്രസവം നടന്നോ? പ്രസവോ? ആരുടെ അമ്മച്ചി? ഇന്ന സീരിയലിന്റെ ഇന്ന മോളുടെ. കഴിഞ്ഞ ആഴ്ച പ്രസവിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസവം കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിന്റെ കണ്ണ് വിശുദ്ധമല്ലാത്തത് കാണരുത്. സിനിമ കാണരുത്, സീരിയല് കാണരുത്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. കാണുന്ന പരിപാടികൾ കാണാൻ നിന്റെ കണ്ണിനെ നീ അനുവദിച്ചു കൊടുക്കരുത്. എന്താ തെളിവ്? വായിച്ചോ. 2 പത്രോസ് 2:13 മുതൽ ഒന്ന് വായിച്ചേ. 2 പത്രോസ് 2:13. താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് അവർ വ്യഭിചാരിണികളെ എങ്ങനെ രസിക്കുന്നേ? കണ്ട് രസിക്കുക. അവിടെ നിൽക്കട്ടെ. വ്യഭിചാരിണികളെ കണ്ട് രസിക്കുക. സ്തോത്രം ചെയ്യുന്നു. അപ്പം കണ്ണുകൊണ്ട് കണ്ട് എന്ത് ചെയ്യുക? രസിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യഭിചാരിണികളെ കണ്ട് എന്ത് ചെയ്യുക? രസിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പല വിധത്തിലുള്ള ജീവിത ശൈലികൾ ജീവിച്ച് തീർക്കുന്നവരുടെ അഭിനയം കണ്ടോണ്ടോ നീ ഇരിക്കുന്നത്? മനസ്സിലായോ? വ്യഭിചാരിണികളെ കണ്ട് എന്ത് ചെയ്യുക? രസിക്കുന്നു. എന്താ അർത്ഥം? പല വിധത്തിലുള്ള ജീവിത ശൈലികൾ അനുഷ്ഠിക്കുന്ന, ഭർത്താവുണ്ട്, ഭർത്താവിന് വില കൊടുക്കാതെ ഹല്ലേലൂയ തോന്നിയതുപോലെ ജീവിക്കുന്നതിന്റെ ഒക്കെ അഭിനയം കണ്ട് നീ രസിക്കുക. ഒരു സിനിമ കണ്ട എന്താ ഭാഷ പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ ആള് കാണും. നീ അവിടെ ഇരുന്ന് ചോദിക്കും. എനിക്കത് വിഷയമല്ല. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഡിവോഴ്സ്, വിവാഹബന്ധം വേർപെടുത്തുക ബൈബിൾ അനുവദിക്കുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ ഈ പണി ചെയ്ത പല പുള്ളികളുടെയും സിനിമയും സീരിയലും വരുന്ന നമ്മളിരുന്ന് കാണുക. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്തോ പറ്റി? വീടിന്റെ അകവും അഭിനയമായി മാറി. ഹലോ, നിന്റെ വീടിന്റെ അകവും അഭിനയമായി മാറി. അഭിനയം നീ കണ്ടോണ്ടിരുന്നു, നിന്റെ വീടിന്റെ അകം അഭിനയമായി. സ്തോത്രം. ഭർത്താവ് അഭിനയിക്കുന്നു, ഭാര്യ അഭിനയിക്കുന്നു, മക്കൾ അഭിനയിക്കുന്നു. സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവഹിതമില്ലാത്തത് കണ്ട് രസിക്കരുത്. സ്വത്രം അതാ പറഞ്ഞേ, കണ്ടെന്ത് ചെയ്യുക? രസിക്കുക. സ്വത്രം. ഞാൻ ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് അതിനെ ബോധ്യപ്പെടുത്തി തന്ന പിന്നെ ഞാൻ ആ ഭാഗങ്ങൾ ഒഴിവാക്കും. അറിവില്ലായ്മയിൽ കാണുന്നത് തെറ്റല്ല, പക്ഷെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? ചെയ്യരുത്. അതുകൊണ്ടാ ദൈവാത്മാവ് നിയോഗിച്ചത് കൊണ്ട് പ്രസംഗിക്കുന്നത്. പൗലോസ് പറയുന്ന ശരീര അവയവങ്ങളിൽ പാപത്തിന്റെ പ്രമാണം വാഴുന്നു. അതിന്റെ ഒരവയവമാണ് ഞാൻ ഇപ്പൊ എടുത്തത്. കണ്ണ്. കണ്ട് രസിക്കുന്ന പരിപാടികൾ നീ നിർത്തണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആവശ്യമില്ലാത്തതൊന്നും നീ കാണരുത്. കണ്ട് രസിച്ചോണ്ടിരിക്കരുത്. കർത്താവിനെ കാണാനുള്ള കണ്ണാണ്. ശൂലേങ്കാരത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രിയനെ നോക്കി ഇരിക്കുക, എന്റെ ഹല്ലേലൂയ ഇടയച്ചെറുക്കം വരുന്നത് ഞാൻ നോക്കിയിരിക്കുക. ശലോമോനെ, അല്ലെങ്കിൽ എന്റെ കണ്ണിന് നീ ഒരു സൗന്ദര്യമല്ല. ശലോമോനെ, എന്റെ കണ്ണിന് നിന്റെ കൊട്ടാരം ഒരു സൗന്ദര്യമല്ല. ശലോമോനെ, നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും എന്റെ കണ്ണിന് സൗന്ദര്യമല്ല. ഞാൻ എന്റെ പ്രിയന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ എന്റെ ഇടയച്ചെറുക്കന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ എന്റെ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നു. സ്വാധീനിക്കില്ല. അതൊക്കെ കണക്ട് ചെയ്ത് പ്രസംഗിച്ചാൽ ഒരുപാട് സമയം മുൻപോട്ട് പോകും. അടുത്ത വാക്യം എന്താ? കണ്ട് രസിക്കുന്നു. അടുത്തത് പാപം കണ്ട്. അവിടെയും പാപം കണ്ട് തൃപ്തിപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ മതി. പാപം കണ്ടിട്ട് തൃപ്തിപ്പെടുന്നില്ല. പാപം കണ്ടിട്ട് സ്വത്രം കൈരളി വെച്ചു. കൈരളിയിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ തൃപ്തിപ്പെട്ടില്ല. ഉടനെ മഴവില്ല. മഴവില്ല് കണ്ടു തൃപ്തിപ്പെടുന്നില്ല. ഉടനെ സൂര്യ മൂവി. അവിടെയും കണ്ടു തൃപ്തിപ്പെടുന്നില്ല. എടാ, നിന്റെ TV അടിച്ചു പോകും. ഞാൻ പറഞ്ഞേക്കാം, ചൂടായി. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതും കണ്ടു കഴിഞ്ഞപ്പോ തൃപ്തിപ്പെടുന്നില്ല. എന്നാ ഫ്ലവേഴ്സും കൂടെ കണ്ടിട്ടങ്ങ് നിർത്താം. കണ്ടോ? കണ്ട് അവർക്ക് തൃപ്തി വരാതെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുക. എന്താ കാര്യം? പാപത്തിന്റെ പ്രമാണം നിന്റെ അവയവത്തെ പിടിച്ചിട്ടുണ്ട്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഈ ദൂത് വിശ്വസിക്കുന്ന, ഈ വചനം ഏറ്റെടുക്കുന്ന ചിലരുടെ അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ പ്രമാണം അഴിയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. പാപത്തിന്റെ പ്രമാണത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ അഴിയുന്നത്. ശരീരത്തിന്റെ അവയവങ്ങളെ സ്വാധീനിക്കുന്ന, ശരീരത്തിന്റെ അവയവങ്ങളെ വെല്ലുവിളിക്കുന്ന, ശരീരത്തിന്റെ അവയവങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തിന്റെ ചങ്ങല യേശുവിന്റെ അധികാരത്തിന്റെ നാമത്തിൽ കൃപയുടെ പ്രമാണത്തിന്റെ മുമ്പിൽ ഇന്നവകൾ അഴിഞ്ഞു തുടരും. നിന്റെ പിടിക്കുന്ന നിന്റെ
നാവിനെ പിടിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തിന്റെ ശക്തി ഇന്ന് നമ്മൾ അഴിയുന്നു. ആ സ്വാധീനങ്ങൾ അഴിയുക. ദൈവഹിതമില്ലാത്തടത്ത് ഇരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന, ദൈവഹിതമില്ലാത്തത് നിന്നെ പറയാൻ പ്രേരിപ്പിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തിന്റെ ശക്തി കൃപയുടെ പ്രമാണത്തിന്റെ മുൻപിൽ ഇന്നു പകൽ പരാജയപ്പെടണം. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഉടമ ശബ്ദൽ ഗമനഘടക. ഇന്ന് പകൽ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച കർത്താവേ, അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ ഇന്നു പകൽ നീ കേൾക്കുന്ന കൃപയുടെ പ്രമാണത്തിന്റെ മുൻപിൽ എന്റെ ദൈവം അഴിച്ചു കളയണമെന്ന് നീ പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്ക്. നിന്റെ ശക്തികളുടെ സ്വാധീനം നിന്റെ കുടുംബത്തെ ഭരിച്ചിട്ട് നീ അങ്ങനെ ഊമകൾ ചിരിക്കരുത്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് പറയുന്നു, പാപത്തിന്റെ പ്രമാണം വാഴുന്ന വ്യക്തിയിൽ, പാപത്തിന്റെ പ്രമാണം വാഴുന്ന ഇടത്തിൽ നീ പ്രാർത്ഥിക്കുന്ന കൃപയുടെ പ്രമാണം ഇന്ന് പകൽ വേറെ ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുക. ചില കുടുംബത്തിന്റെ അകത്ത് വാഴുന്ന പാപത്തിന്റെ പ്രമാണത്തിന്റെ ശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപയുടെ പ്രമാണത്താൽ അഴിയട്ടെ. കണ്ടോ, പൗലോസ് പറയുന്നു, എന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ പ്രമാണം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു, അതെന്നെ ബദ്ധനാക്കും. എന്ന് വെച്ചാ അത് നിന്നെ കുരുക്കും, അത് നിന്നെ കെട്ടും, അത് നിന്നെ ബന്ധിക്കും. യേശുവിന്റെ നാമത്തിൽ പൗലോസിന് മനസ്സിലായി, ഹല്ലേലൂയ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ വഴി തിരിച്ചുവിടുന്ന എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണം ഞാൻ അതിൽ തുടർന്നാൽ ഞാൻ ബദ്ധനാകും, ഞാൻ അതിൽ അടിമപ്പെടും, ഞാൻ അതിൽ കുരുങ്ങും, ഞാൻ അതിൽ വീഴും, ഞാൻ അതിൽ തകരും. എന്നെ വിളിച്ചത് അതിനല്ല. എന്നോട് ദൈവം സ്വർഗം എനിക്ക് തന്ന ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിക്ക് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. എന്നെ വിളിച്ച വിളിക്കനുസരിച്ച് ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതം നയിക്കും. പാപത്തിന്റെ സ്വാധീനങ്ങളെ ഞാൻ ക്ഷണിക്കും. എന്റെ ഇന്ന് ജനത്തിന്റെ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശബ്ദം ജനത്തോട് വിട്ടു നിശബ്ദമായി പ്രാർത്ഥിക്കുക. നിന്റെ കൂടെ നിൽക്കുന്നവർ ചില പാപത്തിന്റെ സ്വഭാവമുള്ളവരായിരിക്കും. നീ അതിന്റെ അകത്തോട്ട് ബന്ധപ്പെടുകയല്ല, ഹല്ലേലൂയ, പാപത്തിന്റെ ചങ്ങലയിൽ കടക്കുന്നതിന്റെ പുറത്തു കൊണ്ടുവരാനുള്ള ദൈവനിയോഗം നിന്റെ മേൽ വീണ ദൈവമൈതലാ നീ. ദൈവനിയോഗം നിന്റെ മേലുള്ള ദൈവകുഞ്ഞാ നീ. ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ പ്രവണതകൾ പിടിക്കപ്പെട്ടാൽ നീയും അതുപോലൊരു വ്യക്തിയായി മാറും. അനുവദിക്കരുത്, അനുവദിക്കരുത്. നിനക്കൊരു ദർശനമുണ്ട്, നിന്റെ ഒരു വിളിയുണ്ട്, നിന്റെ
അതിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ അനുവദിക്കുക. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവ പദ്ധതി ഞാൻ അവിടെ നിന്നാ തീരില്ല. അപ്പൊ ഒന്ന്, പാപമോചനത്തിന്റെ പരിപൂർണത. രണ്ട്, ദൈവസന്നിധിയിലേക്ക് നമുക്ക് പരിപൂർണ പ്രവേശനമുണ്ടായി. എങ്ങനുണ്ടായി? എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പരിപൂർണമായ പ്രവേശനം 10-19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി ചീന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള ഒരു പുതുവഴി. ഒരാമേൻ പറഞ്ഞേ. ദൈവസന്നിധിയിലേക്ക് പരിപൂർണ പ്രവേശനം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, യേശു എന്ന മനുഷ്യൻ, യേശു കർത്താവ് തന്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി ചീന്തി പ്രതിഷ്ഠിച്ച ഒരു പുതുവഴി. ഒരാമേൻ പറയട്ടെ, ഒരാമേൻ പറയട്ടെ, ഒരാമേൻ പറയട്ടെ. യേശു ക്രിസ്തു പ്രതിഷ്ഠിച്ച പുതുവഴി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തു ജനിച്ച ഗോത്രം ദാവീദ് ഗോത്രമാണ്. പാട്ടുകാരൻ പാടുന്ന പോലെ, ദാവീദിൻ ഗോത്രത്തിൽ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദിൻ ഗോത്രത്തിൽ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിൽ അവനെ, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത്. കണ്ടോ, ദാവീദ് ഗോത്രത്തിൽ ജനിച്ച ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല രണ്ടായി ചിന്തി പ്രതിഷ്ഠിച്ച പുതുവഴിയാണ് നിനക്ക് ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള പ്രവേശനത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ദാവീദ് ഗോത്രത്തെ കുറിച്ച് പറഞ്ഞത്? ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. തിരുനാമം നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തണമേ, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ദാവീദിന്റെ കാലഘട്ടത്തിൽ ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കണ്ടില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥന ദൈവം കണ്ടില്ല, പ്രാർത്ഥന കൈവിട്ടുപോയില്ല. അന്റെ ദാവീദിന്റെ പ്രാർത്ഥന എന്റെ ദൈവം അവന്റെ കണ്ണുനീര് കുരുത്തിയിലാക്കി, അവന്റെ ഉഴച്ചകളെ ദൈവം എണ്ണി. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ പ്രാർത്ഥനയോ, തിരുനാമ നിമിത്തം എന്നെ നീതിവാദങ്ങളിൽ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. എന്നാൽ തന്റെ കാലഘട്ടത്തിൽ ആ പാത തുറന്നില്ലെങ്കിലും തന്റെ ഗോത്രത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി ചീന്തി ഒരു പുതുവഴി ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഒരു പുതുവഴി തുറന്നു. ഇന്ന് വചനത്തിൽ മൂടുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ ഇന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും നാളെ മറുപടി ഉണ്ടാകും. ഇന്ന് നിനക്ക് വഴി തുറന്നെങ്കിലും നാളെ വഴികൾ തുറന്നപ്പെടും.
വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ പറയുന്നു. ദാവീദേ, നിന്റെ സമയത്ത് നീ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും നിന്റെ ഗോത്രത്തിൽ ഒരുവൻ ജനിക്കുമ്പോൾ അവനിലൂടെ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടാവും. രാമൻ എത്ര പേര് പറയും? ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയാ, എന്റെ പ്രാർത്ഥന തൂകിപ്പോയി, എന്റെ പ്രാർത്ഥന നശിച്ചുപോയി, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു, പ്രയാസപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം വെളിപ്പെടുന്ന കാലമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൈമാറട്ടെ. ക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു പരിപൂർണ്ണത. എങ്ങനെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ടായത്? അവനൊരു പുതുവഴി പ്രതിഷ്ഠിച്ചു. ആമേൻ പറഞ്ഞാൽ അവനൊരു പുതുവഴി പ്രതിഷ്ഠിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. അവനൊരു പുതുവഴി പ്രതിഷ്ഠിച്ചു. ഒരാമേൻ പറഞ്ഞു. ഒരാമേൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില വഴികൾ, ഇത് ദൂതാണേ, ആ വചനവുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. കർത്താവ് തുറന്നത് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമാണ്. ജാതികളായ നമുക്ക് ദൈവത്തിങ്കലേക്ക് അടുത്തു ചെല്ലാൻ ക്രിസ്തു മുഖാന്തരം ഒരു പാതയുണ്ടായി. അതാണ് വചനം പറയുന്നത്. പക്ഷേ ദൈവം എന്നോട് ഇടപെടുന്ന ഒരു ദൂത, ആത്മാവിന്റെ നിയോഗത്തോടെ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ശക്തമായിട്ട്. ആത്മാവെന്നോട് ഇടപെടുന്നൊരു ദൂത് ചില വഴികൾ തുറന്നു തരുമവൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്ന ചിലതിനു വേണ്ടി നീ കുറെ നാളുകളായി പ്രാർത്ഥിക്കുന്നു, നീ കുറെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, ഒരു പാതയവൻ ഉളവാക്കി തരും, ഒരു പാതയവൻ പ്രതിഷ്ഠിച്ചു തരും. ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കറിയത്തില്ലെങ്കിലും അവരെ നിർത്തിയ ദൈവത്തിനറിയാം. ചെങ്കടലിന്റെ അടിത്തട്ടിൽ ഞാൻ മൂന്നാമത്തെ ദൂത് ദൈവിക വാഗ്ദത്തങ്ങളിലേക്കുള്ള പൂർണ്ണ അവകാശം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വായിച്ചേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ സ്വർഗീയമാകുന്ന അനുഗ്രഹത്തിന്റെ കൂട്ടവകാശികളാണ് നമ്മൾ. ഒരാമൻ പറഞ്ഞ്, ഇവിടെ മാറാൻ ഒരു വസ്ത്രമില്ലെങ്കിലും, ഇവിടെ കല്ലില് കൊടുക്കാൻ ഒരു നോട്ടില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട. നിന്റെ മേൽ വലിയൊരു സ്വത്ത് കിടപ്പുണ്ട്, നിന്റെ മേൽ വലിയൊരു സമ്പാദ്യം കിടപ്പുണ്ട്, നിന്റെ മേൽ വലിയ ഒരു നിറവ് കിടപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ആഴമായി ഇടപെടുന്ന ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. അല്ലെങ്കിൽ ഈ അവകാശത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു.
ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇത് പരിശുദ്ധാത്മാവിനാണ് മുദ്രയിട്ടിരിക്കുന്നത്. ഇത് ദൈവാത്മാവിനാണ് മുദ്രയിട്ടിരിക്കുന്നത്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടു പോകാത്തതിന്റെ കാര്യം, ഇതിനെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. വായിപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാൽ ഇത് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് കടമായിട്ടല്ല, ഇത് കൃപയാലത്രേ. ഒരാമേൻ എത്ര പേര് പറയും? ഇത് കടമായിട്ടല്ല, ഇത് കൃപയാലത്രേ. ഇത് കൃപയാലത്രേ. ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകും. ഒരു വാക്യം വായിച്ച് റോമർ 4:1-4 തോന്നുന്നു. നോക്കിയേ, റോമാലേഖനം 1-4 വാക്യം ആദ്യം നോക്കിയേ. 1:4 ആണോ? 4:1 വായിച്ച്. 4:1. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തനിക്ക് പ്രശംസിക്കാനുണ്ട്, പക്ഷെ ദൈവസന്നിധിയിൽ അതില്ല. അടുത്തത് തിരുവെഴുത്ത് എന്താ പറയുന്നത്? അടുത്തത് ശ്രദ്ധിച്ചേ. എന്നാൽ ആ വാക്യം, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടല്ല. എന്ന് വെച്ചാൽ എന്റെ പ്രവർത്തികളുടെ ഫലമാണ് എനിക്ക് ഹല്ലേലൂയ ഇത് ലഭിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് കടമായിട്ടാണ് നിനക്ക്. അങ്ങനല്ല നമുക്ക് കിട്ടിയത്, ദൈവത്തിന്റെ കൃപയാൽ. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ആമേൻ. അല്ലെ, കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അത് കൃപയാണ്, കടമല്ല. കടമല്ല. പിന്നെ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. സകലവിധ വാഗ്ദത്ത അവകാശത്തിന്റെയും പങ്കാളിത്വം ദൈവം നമുക്ക് തരും. അതിന്റെ തെളിവ് ഞാനൊന്ന് വായിപ്പിച്ച്, റോമർ 8:32 അതിന്റെ തെളിവ് കിടപ്പുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. റോമർ 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും, ഒരാമൻ പറഞ്ഞേ, സകല വാഗ്ദത്തങ്ങളുടെയും അവകാശം ദൈവം നിനക്കും എനിക്കും വെച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണത നമുക്കുണ്ടെന്ന് പറയാനുള്ള ഏറ്റവും വലിയ തെളിവ്, സ്വന്തം പുത്രനെ തരാൻ മനസ്സ് കാണിച്ച ദൈവം തന്നോട് കൂടിയുള്ള അവകാശങ്ങളെ തരാതിരിക്കുമോ? ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? സ്വന്തം പുത്രനെ തരാൻ എന്റെ പിതാവിന് മടി കാണിക്കായിക കൊണ്ട് പുത്രനുള്ളത് നമുക്ക് തരാതെ അവൻ ഇരിക്കുമോ? സ്വന്തം പുത്രനെ തരാൻ മനസ്സ് കാണിച്ചവൻ സ്വർഗീയ അവകാശങ്ങളെ തരുവാൻ വിശ്വസ്തനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞേറ്റെടുത്തോണം.
ഹല്ലേലൂയ. നിന്നോടുള്ള വാഗ്ദത്ത അവകാശങ്ങളെ എന്റെ ദൈവം നിനക്ക് തരിക തന്നെ ചെയ്യും. സ്വന്തം പുത്രനെ തരുവാൻ അവൻ മടിക്കായ്ക കൊണ്ട് തന്നോട് കൂടെ ലഭിക്കപ്പെടേണ്ട ആത്മീയ നന്മകളെ, അനുഗ്രഹങ്ങളെ അവൻ തരാതിരിക്കുമോ? ഇന്നവൻ ചില അവകാശങ്ങളോട് ശത്രു പോരാടുമ്പോൾ അതിന്റെ മുമ്പിൽ നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്. ദൈവത്തിന്റെ മുമ്പത്ത് സ്വന്തം വിശ്വസിക്കുന്നവരാത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ച് പാപത്തെ ഹല്ലേലൂയ മരണക്കിടക്കയിൽ നിന്ന് ദൈവം പാപത്തിന്റെ ശക്തിയുടെ പോരാട്ടങ്ങൾ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ തളർന്നു പിടിക്കുമ്പോൾ ഇന്ന് വചനത്തിൽ ജനിക്കുന്ന ഒരഭിഷേകം വചനത്തിലൂടെ വ്യാപരിക്കട്ടെ, വചനത്തിലൂടെ വ്യാപരിക്കട്ടെ, വചനത്തിലൂടെ വ്യാപരിക്കട്ടെ. സകല വാഴ്ചക്കും സകല അനുഗ്രഹത്തിനും സകല പുസ്തകത്തെ പാപത്തിൽ ഇന്നവരെ ശരീരത്തെ അവരുടെ പാപത്തിന്റെ പ്രമാണമായിട്ടുള്ള
വാചനം ചെയ്യുന്നു, വാചനം ചെയ്യുന്നു, വാചനം ചെയ്യുന്നു. നിന്റെ പ്രാർത്ഥന നിന്നിൽ നിന്ന് മാറണമോ, അതോ നിന്നയുമായി ബന്ധപ്പെട്ട അധികാരമുള്ള നാമത്തെ ദൈവാത്മാവ് പറയുന്നു. സ്വാധീനങ്ങളെ വേഗം വാദനം ധരിക്കുന്നു. പ്രമാണത്തിന്റെ സ്വാധീനത്തെ ജയിച്ചതാണ്. നിങ്ങളുള്ള അവകാശങ്ങൾ എന്റെ ദൈവം നിനക്കത് കൈമാറും. നീ വിശ്വസിക്കുക. സ്വന്തം പുത്രനെ തരാൻ മടിക്കാത്ത ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്ത അവകാശങ്ങളെ കൈമാറാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രത്യക്ഷതയും നീ ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. പ്രത്യക്ഷതയും നീ ഒന്നും കാണുന്നില്ലെങ്കിലും അവകാശങ്ങളെ അവൻ അതിന്റെ ചിലരുടെ വാഗ്ദത്തങ്ങളുടെ ചിലരുടെ അവകാശങ്ങളുടെ ക്രിസ്തുവിന്റെ അധികാരം, ക്രിസ്തുവിന്റെ വാഴ്ച വെളിപ്പെടുകയാണ്. ശക്തമായി പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. നിന്നോട് എല്ലാ കണ്ണുകളും ദൈവമുമ്പാകെ അടച്ചു, എല്ലാ കണ്ണുകളും അടച്ചു. ഇന്ന് പകൽ ഒന്നേൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ.